ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് വല്ലാത്തൊരു വെളിച്ചമായിരിക്കും. ജീവിതത്തിൽ അതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് ചിന്തയ്ക്കുള്ള പരിഹാരമായിരിക്കും, അസ്വസ്ഥതയ്ക്കുള്ള സമാധാനമായിരിക്കും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ 10 കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലിയായ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 കുഷ്ഠരോഗികളോട് ഈശോ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. പഴയ നിയമ പുസ്തകത്തിൽ നാമാൻ എന്ന ആള് സുഖപ്പെടാനായിട്ട് വെള്ളത്തിൽ മുങ്ങണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രവൃത്തികളും ചെയ്യാതെ തന്നെ നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറയുകയാണ്. അത് കേട്ട ആ കുഷ്ഠരോഗികളുടെ മനസ്സിലൂടെ പോയ ചിന്തകൾ ഏകദേശം ഇപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ഭാവനയിൽ കാണാം. നമ്മളെ സുഖപ്പെടുത്താവോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാ പോലും, ഇനി പുരോഹിതൻ നമ്മളെ സുഖപ്പെടുത്തൂ എന്നാണോ? പുരോഹിതനും വേണ്ടി സുഖപ്പെടുത്തു, അങ്ങേര് നമ്മളെ എത്ര ആഴ്ച കണ്ടിട്ടുള്ള, നമുക്ക് വീണ്ടും പോയി തെണ്ടാന്ന് പറഞ്ഞ് അവരവരുടെ പഴയ ജോലിയിലേക്ക് തന്നെ തിരിച്ചു നടന്നിട്ടുണ്ടായിരിക്കും. പോകുന്ന വഴിക്ക് തങ്ങളെ തന്നെ ഒന്ന് നോക്കാൻ പോലും അവരൊരു പക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവത്തില്ല. അവർ സുഖപ്പെട്ടു എന്ന് അവര് പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ഈ വ്യക്തി ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ തന്നിലേക്ക് തന്നെ, തൻ്റെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോട്ടമാണ് അവനെ വീണ്ടും ദൈവത്തിലേക്ക് എത്തിച്ചതും അവനെ സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കാനായിട്ട് തമ്പുരാൻ മനസ്സായതും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷിക്കാനാവുന്ന ഒരേ ഒരു കാര്യം വിശ്വാസമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക പരാധീനത നമ്മളെ അസ്വസ്ഥതപ്പെടുത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൊച്ചു കൊച്ചു തുട്ടുകൾ നമ്മൾ സ്വരുക്കൂട്ടി വെച്ച്, അല്ലെങ്കിൽ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി വെച്ച്, ഒരു സുപ്രഭാതത്തിൽ ഒരു ആഘോഷമോ ഒരു രോഗമോ എന്തെങ്കിലും വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതെല്ലാം പോകുന്നു. അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാനായിട്ട് നമ്മൾ കട്ടകൾ കൊണ്ട് ഒരു വെള്ളം ശേഖരിക്കാനുള്ള ടാങ്കോ അല്ലെങ്കിൽ ആ വീടിൻ്റെ അടിത്തറയോ ഭിത്തിയോ ഒക്കെ കിട്ടുമ്പോൾ ഒരു മഴയിൽ അതെല്ലാം കുതിർന്ന് നനഞ്ഞ് ഇല്ലാതായി പോകുന്നു. അത്തരം സിറ്റുവേഷനിൽ നമുക്കെല്ലാം ഒരുവിധം നോർമലായി പോകുന്ന കാലത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ. പക്ഷേ ഇങ്ങനെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ഒരു രോഗാവസ്ഥ, അത് എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തുള്ള ഒരു ഞെരുക്കം, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ദൈവത്തെ പഴിക്കാനോ
എന്തുകൊണ്ട് ഇത് വന്നു എന്നൊക്കെ ചോദിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി സ്വസ്ഥമായിട്ടിരുന്നാൽ തമ്പുരാൻ തന്നെ ആ പ്രോബ്ലങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ സോൾവ് ചെയ്ത് തരുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി വീണ്ടും ഒന്നുകൂടി തിരിഞ്ഞു നടന്ന് തമ്പുരാന്റെ സന്നിധിയിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഓരോ വ്യക്തിബന്ധങ്ങളിലും തകർച്ചകളിലും ഒക്കെ ഈ തിരിഞ്ഞു നോട്ടവും തിരിഞ്ഞു നടപ്പും അത്യാവശ്യമായി വരുന്നു. ഇന്നത്തെ ദിവസം നല്ല ബന്ധങ്ങളിലായിരുന്ന നമ്മുടെ കുടുംബജീവിതത്തില്, സഹോദര ബന്ധത്തില്, സൗഹൃദങ്ങളിലൊക്കെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിൽ എൻ്റെ ഭാഗം എന്ന് ഒന്ന് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞു നടന്നിട്ട് കർത്താവിനോട് നമുക്ക് പറയാം, തമ്പുരാനെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒരുപക്ഷെ അവർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരായിരുന്നിരിക്കാം ശരി, എന്നാലും അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. എൻ്റെ വിശ്വാസം കൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിയുന്ന അങ്ങേക്ക് എൻ്റെ വിശ്വാസക്കുറവിനെയും പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.